മുൻ കടുത്തുരുത്തി എംഎൽഎയും കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി അംഗങ്ങളിൽ ഒരാളുമായ PM മാത്യു ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ആദ്യം ഈ പാലായിൽ നവകേരള സദസ് വന്ന സമയത്ത് തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി സ്റ്റേജിൽ വെച്ച് പരസ്യമായി വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ കേരള കോൺഗ്രസുകാരുടെ പ്രതികരണമൊന്നും നമ്മൾ കണ്ടില്ല. പ്രതികരണം നേരിട്ട് നിങ്ങളെപ്പോലുള്ള ചാനലുകാരോടും മറ്റ് മാധ്യമങ്ങളോടും പറഞ്ഞില്ലെങ്കിലും പാർട്ടിക്കകത്ത് ഇന്നും എന്നെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പലരും അടക്കം നിരവധി ആളുകൾ വിളിച്ചു. അവർക്കൊക്കെ വളരെ വിഷമവും അപമാനവും ഈ കാര്യത്തിൽ ഉണ്ട് എന്നവർ പറയുന്നു. ഇതാരെങ്കിലും പ്രതികരിക്കണം എന്ന് അന്ന് ആ സംഭവം നടന്ന അന്ന് മുതൽ ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ ആരും അതിലേക്ക് കടന്നില്ല. ഈ വിഷയത്തിൽ ഈ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതികരണം വരാത്തത് എന്തുകൊണ്ടായിരിക്കും? പ്രതികരണം ഉണ്ടായിട്ടില്ല. അവിടെ ചാഴികാടൻ പറഞ്ഞപ്പോൾ ആ വിഷയവും പാലായിൽ വേറെ രണ്ട് പ്രധാനപ്പെട്ട വിഷയവും പറഞ്ഞു. ചെറുപ്പങ്ങൾ പാലത്തിന്റെയും അതുപോലെ അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിന്റെയും. അതവിടെ പ്രസംഗം നിർത്തേണ്ടി വന്നു. കോഷി എന്ന് പറഞ്ഞു നിർത്തിയപ്പോൾ അതിനുശേഷം അതിനെക്കുറിച്ച് എതിരായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാക്കാം. പക്ഷെ അദ്ദേഹം അവിടെ പറയരുതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നവകേരള യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയാതെയാണ് ഇതല്ല ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞ് റെഡിക്കൂൾ ചെയ്യപ്പെട്ടപ്പം അദ്ദേഹം നിർത്തി. പക്ഷെ അത് കഴിഞ്ഞ് അധ്യക്ഷ വഹിച്ച ജോസ് കെ മാണിക്ക് വേണമെങ്കിൽ ഒരു തിരുത്തലൂടെ പറയാമായിരുന്നു. അതല്ലെങ്കിൽ അതിന് വലിയ വിവാദമായി ചാനലുകളിലും എല്ലാം വന്നു. അവിടെ പങ്കെടുത്തവർ നല്ല വിഷയമാണ്, കേരള കോൺഗ്രസുകാരാണ്. അവരെല്ലാം ഇത് കേട്ട് ധരിച്ചിരുന്നപ്പം മുഖ്യമന്ത്രിക്ക് അതിനെ ഒരു വിഷയം കൊടുക്കാമായിരുന്നു. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് അത് മയപ്പെടുത്തി പറയാമായിരുന്നു. പറഞ്ഞില്ല മാത്രമല്ല, പുള്ളി നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. അത് പിന്നെ പിൻവലിച്ചിട്ടുമില്ല. പുള്ളി പറഞ്ഞത് ശരിയാണെന്ന് സ്റ്റാൻഡ് നിൽക്കുന്നത് മുഖ്യമന്ത്രിക്കാൻ അവകാശമുണ്ട്. പക്ഷേ ചെയർമാൻ അത് തിരുത്തണമായിരുന്നു. ഇല്ലെങ്കിൽ പാർട്ടി അടിയന്തരമായി കൂടി അതിന്റെ ഒരു പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തി തിരുത്തണമായിരുന്നു. അതല്ല പാർട്ടി ചുമതലപ്പെടുത്തുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഒരുപാടുണ്ട്. അവരെ ചുമതലപ്പെടുത്തി അവർ പറയണമായിരുന്നു. UDF-ലായിരുന്ന സമയത്ത് സകല എല്ലാത്തിനും പ്രതികരിക്കുന്ന കേരള കോൺഗ്രസ് നേതാക്കളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുന്നത് പേടിച്ചിട്ടാണോ? CPM-നെ പേടിച്ചിട്ടാണോ ഇപ്പോൾ LDF-ലായിരിക്കുന്ന സമയത്ത് പ്രതികരിക്കാതിരിക്കുന്നതിന്റെ പുറകിൽ എന്താണെന്നുള്ളത് ഇതിലെ വളരെ സീനിയറായപ്പോൾ 72 വയസ്സ് കഴിഞ്ഞ എനിക്ക് പോലും, ഞാൻ കേരളത്തിലെ മുഴുവൻ മുന്നമ്മല്ലമാരുടെ ഏക സംഘടനയുടെ വർക്കിംഗ് ചെയർമാനാണ്. MT അർവാൻ വിജയകുമാറാണ്. ആർക്കും അത് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് പറയാൻ? ആരെ പേടിക്കണം? ഇതാരും പേടിക്കുന്ന വിഷയമല്ലല്ലോ, ആരെ എതിർക്കുന്ന വിഷയമല്ല. ആ പറഞ്ഞത് കേരള കോൺഗ്രസിന്റെ അണികളിൽ വലിയ മുറിവുണ്ടാക്കി. കേരള കോൺഗ്രസ് ആർക്ക് വേണ്ടി നിന്നെന്ന് പറയുന്നു. ആ ആളുകൾക്കെതിരായി വന്നപ്പോൾ അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് ഏത് കക്ഷിക്കാണെങ്കിലും അണികളിൽ തകർച്ച ഉണ്ടാക്കുന്ന ഒരു വിഷയം. അതവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന്ന് വരെ ആരും പറഞ്ഞില്ല. എന്നോട് ഒരു ചാനലുകാർ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM കാലുവാരി വന്നൊരു പേടി ജോസ് കെ മാണിക്കും തോമസ് ചാഴിക്കാടനും ഉണ്ടോ? അതുകൊണ്ടാണോ ഈ മൗനം ഇപ്പോഴത്തെ? കാലുവാരി വന്ന് ഇങ്ങനെ പേടിച്ച് കാലുവാരി വന്ന് പേടിച്ചിരുന്നു കഴിഞ്ഞാൽ കാലുവാരുന്നത് ആരോട് ചോദിച്ചിട്ടില്ലല്ലോ, വാരി കഴിഞ്ഞാലേ അറിയുള്ളൂ. അപ്പൊ അത് ഒരു പാർട്ടിയുടെ വ്യക്തിത്വത്തെയും ആത്മാഭിമാനത്തെയും അതിന്റെ അണികളുടെ ആത്മവിശ്വാസത്തെ ബാധിച്ച കാര്യമാണ്. അവരെല്ലാവരും അത് എല്ലായിടത്തുനിന്നും സംസാരിക്കുന്നു. പൊതുജനത്തിന്റെ ഇടയിൽ സംസാരിക്കുന്നു, മാധ്യമങ്ങളുടെ ഇടയിൽ ചർച്ചയായിരിക്കുന്നു. 10 കക്ഷികൾ ഈ മുന്നണിയിലുണ്ട്. അതിലൊരു കുഞ്ഞു കക്ഷിയോട് പോലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കേരള കോൺഗ്രസിന്റെ തട്ടകത്തിൽ മാനസാറിന്റെ ജന്മനാട്ടിൽ മാനസാറിനെ മരിച്ചടക്കിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് 200 മീറ്റർ ഇപ്പുറത്താണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. അത് പാലായിൽ വന്നു. അതിൻ്റെതായ ഒരു പരിക്ക് പാർട്ടിക്ക് ഏറ്റിട്ടുണ്ട്. അന്നേരം തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. പ്രതികരിക്കുന്നതിനാരെയും പേടിക്കാനും ആരെയും കുറ്റപ്പെടുത്താനല്ലല്ലോ. പ്രതികരിക്കാൻ കഴിയാതെ പോയാൽ അതിൻ്റെതായ അപകടം പാർട്ടിക്കുണ്ടാകും. മറ്റൊരു കാര്യം, ഈ വന്യജീവി ആക്രമണം ബന്ധപ്പെട്ട് കോട്ടയം കളക്ടറേറ്റ് മുന്നിൽ യൂത്ത് ഫ്രണ്ട് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കേരള കോൺഗ്രസിന്റെ തന്നെ ഉന്നത നേതാക്കൾ ഇടപെട്ടുകൊണ്ട് അത്തരത്തിലുള്ള മാർച്ച് നടത്തേണ്ട കാര്യമില്ല എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. അതെ, കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയുടെയും യുവജന സംഘടനയുടെയും സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ. 77, 80, 83. എന്തുകൊണ്ടാണ് അങ്ങനെ യൂത്ത് ഫ്രണ്ട് അങ്ങനെ പരിപാടി നടത്തി മാറ്റിവെച്ചെന്ന് ആർക്കും അറിയില്ല. ചർച്ചകളൊന്നുമില്ല. എന്തിനാ മാറ്റിവെക്കുന്നത്? അതും കേരള കോൺഗ്രസ് സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയമാണ്. അത് നടത്തേണ്ടത് യൂത്ത് ഫണ്ടും കർഷക യൂണിയനും ഒക്കെയാണ്. കർഷക യൂണിയനുണ്ട് പാർട്ടിക്ക്, യൂത്ത് ഫണ്ടുണ്ട്. പാർട്ടി തന്നെ ഏറ്റെടുക്കേണ്ട വിഷയം ഇതൊക്കെ.
അവരുടെ വിഷയം കൃഷിക്കാരുടെ വിഷയം ആദ്യം ഏറ്റെടുത്തുകൊണ്ടെന്ന് കേരള കോൺഗ്രസ് ഇന്ന് വരെ. ഈ UDF ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം LDF എത്തിയപ്പോൾ ഇല്ല എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? അത് മുന്നണിയുടെ പാർട്ടിയുടെ ശൈലിയിൽ വന്ന മാറ്റമായിരിക്കും. കോൺഗ്രസിന്റെ ശൈലിയല്ല CPM-ന്റേത്. പക്ഷെ എന്നാലും ഒരു മുന്നണി സംവിധാനത്തിൽ വലിയേറ്റ മനോഭാവമില്ലാതെ എല്ലാ കക്ഷികളെയും ഒരുമിച്ച് നിർത്തി ഒന്നിച്ച് അവരുടെ വ്യക്തിത്വം കൂടെ സംരക്ഷിച്ചു പോകണം. അപ്പൊ അത് ഉണ്ടായി, അല്ലെങ്കിൽ ഉണ്ടാകുന്നതിനെ ഉണ്ടായപ്പോൾ അതിനെ പ്രതികരിക്കുന്ന മാന്യമായി പ്രതികരിക്കുക. അഭിപ്രായം പറയാനുള്ളൂ. ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്, ചാരികാട് പറഞ്ഞത് ശരിയായ കാര്യമാണ്. എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് വിശദീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടും വേണ്ട, ഇപ്പോഴും ഇല്ല. ഞാൻ വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നൊരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നു, ഈ പാർട്ടിയിൽ തന്നെ എന്നോട് വിളിക്കുന്നു. ഇപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞല്ലോ സാറേ, അതാണ് എൻ്റെ വസ്തുത.